ഈ കടുത്ത കാസാവാദികളോടും കൃസംഗികളോടും സംഘികളോടുമൊക്കെയാണ് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ളത്. അതിലൊന്ന് നമ്മുടെ സുഡാനെക്കുറിച്ചാണ്, മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ സംഭവത്തെക്കുറിച്ചാണ്. നാട്ടിലെ സംഭവത്തിൽ നിന്ന് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, ബഹുമാന്യനായ താമരശ്ശേരി ബിഷപ്പിൻ്റെ അരമനയിലേക്ക് അതിരൂക്ഷമായ ഒരു കത്തെഴുതിയിരുന്നു. അവിടെ പള്ളിക്കൂടത്തിൽ നിസ്കരിക്കണം, ബാങ്ക് വിളിക്കണം, ഒളു എടുക്കണം, സുന്നത്തും ഫറലും നിസ്കരിക്കണം, തസ്ബീഹും തഹജ്ജുദും നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെതിരെ കടുത്ത രൂക്ഷമായ നിലപാടാണ് നിങ്ങൾ വിളിക്കുന്ന സുഡാപ്പിവാദികളും മുസ്ലിംവാദികളും ജിഹാദികളും ഒക്കെ അടങ്ങുന്നവരെല്ലാം സ്വീകരിച്ചത്. ആ ഗണത്തിൽ ഏത് ഗണത്തിലാണ് വരുന്നതെന്നറിയില്ല. ഈ വിനീതനും അങ്ങനെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു. അതിലൊരു അന്വേഷണം വേണം, പ്രതിയെ പിടിക്കണം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു മാർച്ച് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒരു ആവേശപൂർവ്വം ആ കത്തിനെ കാണുകയോ അതിനൊരു നടപടിയെടുക്കണമെന്ന് കാസ പോലും ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്താണത് അങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യവും പിടികിട്ടുന്നില്ല. എന്തേ കത്ത് വായിച്ചപ്പോൾ കുണ്ഠിതം തോന്നിയോ, അതോ കത്ത് കണ്ടപ്പോൾ വേറെന്തെങ്കിലും വിചാരിച്ചോ, എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ വയ്യ. സാധാരണയാണെങ്കിൽ ആ കത്ത് കാണുമ്പോൾ ഭയങ്കരമായ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ ആളി കത്തേണ്ടതാണ്. ഇതൊരുമാതിരിയില്ലേ, എന്തുവാ പറയേണ്ടത്, വെള്ളത്തിൽ വെച്ചാൽ നനയത്തുമില്ല, കരയ്ക്കെടുത്ത് വെച്ചാൽ ഉണങ്ങത്തുമില്ലെന്ന് പറഞ്ഞ പോലെ ഒരു ചതഞ്ഞ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് മാറ്റണം, നിർബന്ധമായി അതിൻ്റെ പിന്നിൽ അന്വേഷണം നടക്കണം, പ്രതിയെ കണ്ടുപിടിക്കണം. ഏത് ജാതിയിലും മതത്തിലും പെട്ടവനാണെങ്കിലും ഇതുപോലൊരു ബഹുമാന്യനായ പിതാവിൻ്റെ അരമനയിലേക്ക് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയവനെ കണ്ടുപിടിച്ചേ മതിയാവൂ. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുഡാൻ വിഷയം സംസാരിച്ചപ്പോൾ പല ആളുകളും കമൻറ്റിലും അല്ലാതെയും ഒക്കെ വന്ന് എഴുതി, UAE പങ്ക് എന്താടാ പറയാത്തത്, നീ മിണ്ടായിരിക്കുന്നത് എന്താടാ, UAE മൗനം പാലിക്കുന്നത് എന്താടാ എന്നൊക്കെ ചോദിച്ചാണ് എല്ലാവരും വന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ UAE ആണ് RAFന് ആയുധം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയാണ്. എന്തൊക്കെയോ സംഗതികൾ അതിൽ ഒരുപാട് പേര് ചിലർ എഴുതി പറ്റിച്ച് അതിൻ്റെ ദീർഘമായ ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊക്കെ എഴുതിയാലും എന്തൊക്കെ പറഞ്ഞാലും അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതിയും അവർ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നതും ആരെയാ അനുസരിക്കുന്നത്? ഇന്ത്യയിലെ മോഡിയാണോ? അല്ല. പിന്നെ ആരെയാ അനുസരിക്കുന്നത്? മക്കത്തെ പള്ളിയിൽ ഇമാമിനെയാണോ? അല്ല. പിന്നെ വേറെ ആരെയെങ്കിലും ആണോ? അല്ല. അവരുടെ ഒക്കെ ചങ്ങായി എന്ന് പറയുന്നത് സാക്ഷാൽ ട്രംപാണ്. മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് പറയുന്നതിനപ്പുറം അവർക്കൊരു കാര്യവുമില്ല, അവരൊരു കാര്യവും ചെയ്യില്ല. അപ്പോൾ ട്രംപ് ഇതിനകത്ത് ഇടപെടരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ചലിക്കുമോ? വരച്ച വരെ നിൽക്കൂലേ? നിൽക്കോടാ മക്കളെ, എന്തുവാടാ നിങ്ങളിങ്ങനൊക്കെ പറയുന്നത്? എൻ്റെ മക്കൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇതെല്ലാം അവരാരാണ് ചെയ്താൽ അവർക്ക് ഇങ്ങനൊന്നും ഇടപെടാനുള്ള സ്വന്തം നിലയിൽ ഒരു സംഗതി ഉള്ളതല്ല. അവരൊക്കെ ഇച്ചിരി ഒരു നമ്മുടെ നാട്ടിലെ ഈ കാശൊക്കെ ഉള്ള ഒരു സമ്പന്നന്മാരെ കൂട്ടുള്ള ഒരു സന്തോഷ കുട്ടപ്പന്മാരാണേ ഉള്ളൂ. ഇവരെല്ലാവരെയും നയിക്കുന്നത് ഈ ക്രിസ്ത്യാനികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ന തരത്തിൽ അവിടെയൊക്കെ ഇറങ്ങി ഓയിലും മറ്റുമൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ട്രംപടാ. ട്രംപ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ചലിക്കില്ല. ലോകത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ നെഞ്ചത്ത് ബോംബിട്ടോന് പിന്നെയും വിമാനം വാങ്ങിച്ചു കൊടുക്കുന്നത്? വിമാനം വാങ്ങിച്ചു കൊടുക്കുന്നു, എഗ്രിമെൻ്റ് കൊടുക്കുന്നു, ട്രില്യൺ കണക്കിന് കാശ് കൊടുക്കുന്നു. പിന്നെ താണ്ട തൊട്ടപ്പുറത്ത് ഫലസ്തീനിലിട്ട് എന്തെല്ലാം അടിയടിച്ചിട്ടും ഒരക്ഷരവും മിണ്ടാത്ത പോലെ അനങ്ങാതിരിക്കുന്നു. ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന നല്ല ചങ്ങായി അല്ലയോ ട്രംപ്? ട്രംപല്ലേ യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ കക്ഷി? ട്രംപിനല്ലേ ഇതിൻ്റെ ഉത്തരവാദിത്തം? എന്തിനാ വെറുതെ UAE ഒക്കെ പറയുന്നത്? UAEയെയും ഖത്തറിനെയും മിഡിൽ ഈസ്റ്റിനെയും ഒന്നും പറയരുത്. കാരണം അവിടെ എല്ലാം എന്തെങ്കിലും നടക്കുന്നത് ട്രംപ് പറയുന്ന പോലെ. അപ്പോൾ പിന്നെ എന്തിനാ അവരെ കുറ്റം പറയുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവരാണോ? നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ വേറെ ചില പോസ്റ്റുകളിൽ? നമ്മൾ UAEയിൽ അങ്ങനെ നടക്കുന്നു, ഖത്തറിൽ ഇങ്ങനെ നടക്കുന്നു, സൗദിയിൽ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയാറില്ലേ? ഇവരൊക്കെ നടക്കുന്നത് അമേരിക്കക്കാരനുള്ളതുകൊണ്ടാണ്, ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ്, ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടാന്ന് പറയത്തില്ലയോ? അത് തന്നെ ഇവിടെയും. ഇത് വേറൊന്നും ഇല്ലടാവേ. ഇതിപ്പോൾ നല്ലപോലെ ജീവിക്കുന്ന ഇച്ചിരി കാശുള്ളവൻ്റെ വീട്ടിൽ അവിടെ ഇരിക്കുന്ന കാശടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി 2 എലിയെ കൊണ്ടുവന്ന് കൂട് തുറന്ന് അകത്തോട്ട് വിട്ടിട്ട് ഈ എലിയെ കൊല്ലാൻ പോകുന്ന പോലെ ചാടി അവിടെ ചെല്ലും. എന്നിട്ട് എലിയെ ഒഴിച്ച് ബാക്കിയെല്ലാം അങ്ങ് അടിച്ചുടയ്ക്കും. ഉടച്ചാൽ ആ പത്തായത്തിരിക്കുന്ന കാശ് അടിച്ചുകൊണ്ടങ്ങ് പോവും. അവസാനം ഈ എലിയെ കൊല്ലുകയും ചെയ്യും. ചിലപ്പോൾ എലിയായിട്ടൊരു ധാരണ എത്തിയിട്ട് ആ എലിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ പാകിസ്ഥാനിലെ പോലെ എവിടെയെങ്കിലും താമസിപ്പിച്ചിട്ട് കറക്റ്റ് ഒരു ഇലക്ഷനും അതിൻ്റെ ആവശ്യം വരുമ്പോൾ ഈ എലിയെ അങ്ങ് കൊല്ലും. ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് വേഗം മനുഷ്യർക്ക് ശാന്തി കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ, അത് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ അടിക്കാൻ നിൽക്കണ്ട. സന്തോഷമായിട്ട് നില്ലേ നമ്മളെല്ലാവരും കൂടെ. അതാണ് എൻ്റെ അഭിപ്രായം.